രാമ 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 ലോകാഭിരാമ ജയ. ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടക്കുവാൻ പോകുന്ന മംഗളകരമായ ഒരു കാര്യം സംഭവിക്കുവാൻ പോകുന്ന ആ രാജകൊട്ടാരത്തിലാണ് മന്ധര എന്ന ഒരു കഥാപാത്രം കടന്നു വന്നിട്ട് വളരെ ശോകമൂകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ അവൾക്ക് കഴിഞ്ഞത്. ഇനിയുള്ള അധ്യായങ്ങള് അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ്. അന്തേരമാദിത്യനു മുതിച്ചേടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നേലെന്നും എന്തൊരു മൂലമതിനെന്നു മനസ്സേ ചിന്തിച്ച് ചിന്തിച്ച് മന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം ബുക്കാനതിദ്രുതം. രാജേവമിത്രഗോത്രോത്ഭൂതാ ഭൂപതേ രാജരാജേന്ദ്രപ്രവരാ ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ച് നമസ്കരിച്ചുദ്ധാനവും ചെയ്ത് വന്ദിച്ചു നിൽക്കുമ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ, ദേവനാരേ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതോ. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാ രാജവല്ലഭേ ചൊല്ലുകന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. സൂര്യൻ ഉദിച്ചിട്ടും മഹാരാജാവ് എന്താണ് എഴുന്നേക്കാത്തത് എന്ന് സംശയിച്ചിട്ട് മന്ത്രി സുമന്ത്രൻ അന്തഃപുരത്തിലേക്ക് കയറി വരികയാണ്. അപ്പോ രാജാവ് ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്. അപ്പം കൈകേയിയോട് ചോദിച്ചു, ഇതുപോലൊരു ഭാവമാറ്റം ഉണ്ടാകാൻ എന്താണ് കാരണം, എന്നോട് പറയൂ കൈകേയി എന്ന് സുമന്ത്രൻ പറയാണ്. അപ്പൊ കൈകേയി, രാജാവിന്റെ മനസ്സ് അത്യന്തം കലുഷിതമാണ്, രാമനെ കാണാതെ അദ്ദേഹം ദുഃഖിക്കുന്നു, ഉടൻ തന്നെ പോയി രാമനെ കൊണ്ടുവരണം. അപ്പൊ സുമന്ത്രൻ പറഞ്ഞു, രാജകുമാരനെ കൊണ്ടുവരാം, രാജാവിന്റെ അനുമതി ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത്. അപ്പൊ രാജാവ് ഉടനെ തന്നെ മകനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് സുമന്ത്രൻ രാമനോട് അറിയിക്കുന്നു, അച്ഛൻ വിളിക്കുന്നു, വേഗം പുറപ്പെടുക. രാമനും ലക്ഷ്മണനും രാജാവിനെ വണങ്ങി അങ്ങനെ നിൽക്കുകയാണ്. രാമനാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിഭനെ കണ്ട് വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്ത് സാദരം തന്റെ വടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അത് കണ്ടനന്തരമാരോട് ശോകവിലാപം തുടങ്ങിന. രോദന കേട്ട് വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിത സത്വരോ ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിന്. നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയ പുത്രയോ. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണ ചേതസേ. നീ നിരൂപിക്കലുള്ളതിന് താതനു ദുഃഖ നിവർത്തി മരുത്തുവാൻ പാർത്ര ദുഃഖോപശാന്തിക്ക കിഞ്ചൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരൂ. കർത്തവ്യമായൊരു കർമ്മ
നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ. രണ്ടു വരം മമദത്തമായിട്ടുണ്ട് പണ്ടു നിൻതതിനാൽ സന്തുഷ്ട ചേതസ നിന്നാലേ സാധ്യമായുള്ളത് രണ്ടും ഇന്ന് തരേണം എന്നർത്ഥിക്കയോ ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുട താതനെ ത്രാണനോ ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ച് ശതപത്ര സമുത്ഭവനെന്നത് അറിക നീ. രാമനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി ദശരഥ മഹാരാജാവ് തന്റെ കൈകൾ ഉയർത്തി. പക്ഷേ പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് വീണുപോയി. അപ്പോ ചുറ്റും നിന്ന സ്ത്രീജനങ്ങളൊക്കെ കരയാൻ തുടങ്ങി. കൈകേയി പറയാണ്, സത്യസന്ധരിൽ ഒന്നാമനായ അച്ഛന്റെ സത്യപരിപാലനത്തിന് വേണ്ടി പുത്രരിൽ ഒന്നാമനായ നീ സഹായിക്കണം. രാജാവ് എനിക്ക് 2 വരം തന്നിട്ടുണ്ട്. എന്ന നരകത്തിൽ നിന്നും അച്ഛനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ. അപ്പൊ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ട് ശ്രീരാമൻ ചോദിക്കുകയാണ്, അമ്മ എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത്? അച്ഛൻ ആവശ്യപ്പെട്ടാൽ രാജ്യം വരെ ഞാൻ ത്യജിക്കും. അച്ഛൻ പറയുന്നതനുസരിക്കാൻ അശേഷം എനിക്ക് മടിയില്ലാത്തൊരു മകനാണ് ഞാൻ. ഇതാ ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ വാക്കിന് ഒരു മാറ്റവുമില്ല. ഇങ്ങനത്തെ സത്യപ്രതിജ്ഞ കേട്ടിട്ട് കൈകേയി ആദരവോടെ രാമനോട് പറയാണ്, നിന്റെ അഭിഷേകത്തിനായി അച്ഛൻ ഒരുക്കി കൂട്ടിയ വസ്തുക്കളൊക്കെ കൊണ്ട് ഭരതന്റെ അഭിഷേകം നടത്തണം. 2ാമത്തെ വരമായി വേണ്ടത് ഇതാണ്, 14 വർഷം നീ കാനനത്തിൽ പോയി കാനനവാസം അനുഭവിക്കണം. ഒരു വാക്കുപോലും മറുത്തു പറയാതെ ശ്രീരാമൻ ശിരസ കൈകേയി അമ്മയുടെ വാക്കുകളെ അനുസരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. രാജ്യഭരണം അല്ലെങ്കിലും കഷ്ടതയേറിയതല്ലേ അമ്മേ? എത്രയോ എളുപ്പമാണ് വനവാസം. രാമന്റെ വാക്യം കേട്ട് അച്ഛൻ ധാരധാരയായി കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് പുത്രനോട് പറയാണ്, വെറും ഒരു പെണ്ണിന്റെ അടിമയായ അധമനായ എന്നെ പിടിച്ചുകെട്ടി നീ രാജ്യം അനുഭവിച്ചുകൊള്ളൂ. അതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും വരില്ല. നിന്നെ പിരിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് 14 വർഷം ജീവിക്കുന്നത്? അച്ഛൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ വിഷമിക്കുന്നത്? ഈ 2 സത്യത്തെ സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് കരുത്തുണ്ട്. ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, ഞാൻ കാട്ടിൽ പോകാം. കൗസല്യ മാതാവിനെ വന്നിച്ച് സീതയോടും യാത്ര പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞ് രാമൻ അമ്മയുടെ അടുത്ത് ചെന്നു. രാമന്റെ അഭ്യുന്നതിക്ക് വേണ്ടി ഹോമ പൂജാദികളൊക്കെ നടത്തി ദാനധർമ്മവും ഒക്കെ ചെയ്ത് ഭക്തിയോടെ ഭഗവത് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന കൗസല്യ മകന്റെ വരവ് അറിഞ്ഞതുപോലുമല്ല. ഈ കാര്യങ്ങൾ, ഈ വൃത്താന്തങ്ങളൊന്നും കൗസല്യ അറിയുന്നില്ല. സുമിത്ര അടുത്ത് എന്നിട്ട് പറഞ്ഞു, രാമൻ വന്നത് കണ്ടില്ലേ? അങ്ങോട്ട് നോക്കിയാലും. തന്നെ തൊഴുതു നിൽക്കുന്ന രാമനെ ഗാഠമായി പുണർന്നുകൊണ്ട് കൗസല്യ മടിയിലിരുത്തി തന്റെ മകനെ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്, നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? നീ വിശക്കുന്നുണ്ടോ നിനക്ക്? ഇപ്പോൾ എനിക്ക് ഭക്ഷിക്കാൻ നേരമില്ലാമേ. പണ്ട് കൈകേയി അമ്മയ്ക്ക് അച്ഛൻ 2 വരം കൊടുത്തിരുന്നു. ഒന്ന്, ഭരതനെ രാജാവാക്കണമെന്നും ഞാൻ വനവാസത്തിന് പോകണമെന്നും. പെട്ടെന്ന് കൗസല്യ ബോധം കെട്ട് നിലംപതിച്ചു. നീ കാട്ടിൽ പോവുകയാണെങ്കിൽ എന്നെ കൂടി നീ കൊണ്ടുപോകണം. ഒരു കുട്ടിയെ പിരിയുന്ന പശുവിന്റെ ദുഃഖം നിനക്കറിയാൻ പറ്റുമോ? ഭരതന് നാടുവാഴാൻ നീ കാടുവാഴണോ? ദശരഥനോടും കൈകേയിയോടും നീ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? കൗസല്യയുടെ വാക്കുകൾ കേട്ട് ഈ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാനുള്ള കോപം തന്റെ കണ്ണിൽ അടക്കി വെച്ചുകൊണ്ട് ലക്ഷ്മണൻ രാമനെ നോക്കി പറയാണ്, മനസ്സിന് വൈകല്യം സംഭവിച്ചവനും സ്ത്രീക്ക് അടിമപ്പെട്ടവനും നാണം കെട്ടവനുമായ വൃദ്ധനായ പിതാവിനെ ബന്ധിച്ച് ശത്രുക്കളെ നശിപ്പിച്ച ഈ അഭിഷേകം വിഘ്നമില്ലാതെ ഉടൻ ഞാൻ നടത്തും. അമ്മ ഒട്ടും വിഷമിക്കണ്ട. ജ്യേഷ്ഠന്റെ അഭിഷേകം നടത്താനുള്ള ത്രാണി എനിക്കുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് 3 ലോകങ്ങളെയും ദഹിപ്പിക്കാൻ പാകത്തിന് രോഷത്തോടെ സൗമിത്രി നിൽക്കുമ്പോൾ സുന്ദരനും ആനന്ദ സ്വരൂപനും ശിവപ്രിയനുമായ രാമൻ മന്ദഹാസത്തോടെ ചെന്ന് ലക്ഷ്മണനെ ആലിംഗനം ചെയ്തു. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹര